ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താട്ടോ. അപ്പോൾ എൻ്റെ കോട്ടിംഗ് സെറമണിയുടെ ആവശ്യത്തിനായിട്ട് വന്നതാണ്. അപ്പോൾ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ ഞാനും ഏട്ടത്തമ്മയും മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ. കാരണം പിന്നെ ഏട്ടനോട് വന്നായിരുന്നു കൂടെ. ഞങ്ങളിവിടെ കൊണ്ടാക്കിയിട്ട് ഏട്ടൻ റൂമിലേക്ക് തിരിച്ചു പോയായിരുന്നു. കാരണം കുട്ടികളും ചേച്ചിയും തന്നെ ഉള്ളതുകൊണ്ട് അവർ തിരിച്ചു പോയായിരുന്നു കേട്ടോ. കുട്ടികളെ കൊണ്ടുവന്നില്ല, കാരണം അവർക്ക് നല്ല ബോറടിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ. ഒരുപാട് സ്പീച്ചും ഇതൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല ബോറടിക്കും. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പം ഞങ്ങളവിടെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഫാർമസി കൗൺസിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല റഷാട്ടോ, ഒരുപാട് ആളുകൾ ഇങ്ങനെയുണ്ട്. നല്ല എപ്പോഴും വണ്ടി എല്ലാം തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചിട്ടാണ് റൂമിലേക്ക് പോയത്. റൂമിൽ പോയി ഫ്രഷായിട്ട് നമ്മളിവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നു. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല, കാരണം സ്ത്രീകൾ സാരി ഉടുത്തിട്ടും അതുപോലെ പുരുഷന്മാർ മുണ്ടുടുത്തിട്ടും വേണം അമ്പലത്തിൽ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കയറിയൊന്നുമില്ല. ജസ്റ്റ് അവിടെ പുറത്തൊക്കെ ഒന്ന് ചുറ്റിയൊക്കെ കാണുക കേട്ടോ ചെയ്തത്. നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. പക്ഷെ അതനുസരിച്ച് തന്നെ കാറ്റും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല. എന്നാലും കുഞ്ഞു കുട്ടികളെയും കൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇതായിരിക്കും. പിന്നെ ഏട്ടത്തി അവളുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്താണ്. ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ പോസ് ചെയ്ത് നിന്നാട്ടോ. ഫോട്ടോ ആണെന്നോർത്ത് പോസ് ചെയ്ത് നിന്ന്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞ് കുറേ നേരം ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അവിടെയൊക്കെ കുറേ നേരം ചുറ്റിയൊക്കെ കണ്ടു. കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അവിടെ എല്ലാം ഇങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ കടകളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ഒരുപാട് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഓരോന്ന് കാണാൻ. ചെറിയ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ കുട്ടിയൊക്കെ ആവശ്യത്തിനുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. എന്തായാലും കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഇതിങ്ങനെ കുറേ വിഗ്രഹങ്ങളും മാലകളും രുദ്രാക്ഷങ്ങളും മോതിരങ്ങളും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നേ. അപ്പം നമ്മൾ അതൊക്കെ കുറേ നേരം കണ്ടു. എന്നാലും അവർ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് മ്യൂസിയം കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്, നല്ല ചൂടല്ലേ, കുറച്ച് തണ്ണിമത്തനും അതുപോലെ പാനിപ്പൂരിയും പിന്നെ പൊരിയിൽ എന്താ പറയുക, പൊരിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്നാക്സ് കൂടെ കഴിച്ചു. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കല്ലുകൊണ്ട് കൊത്തി വെച്ചിട്ടുള്ള ഒരു ആനേനെയൊക്കെ കണ്ടു കേട്ടോ. അത് അവർ പൂജിക്കുന്നതാണ്. കാരണം അവിടെ പ്രാർത്ഥനയെല്ലാം തന്നെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു വിനായകൻ്റെ ക്ഷേത്രവും ഉണ്ട്. ഒരാൾത്തറയുടെ ചുവട്ടിലായിട്ട് കുറേ നാഗദൈവങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് അവിടെയൊക്കെ കാണാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ കുറേ ബാർബീസൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. അതൊക്കെ നമ്മൾ കുറേ നേരം നോക്കി നിന്നു. പിന്നെ കുറേ പല കളറുകളിൽ ഇങ്ങനെ കുറേ കുങ്കുമങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് 3 കളർ കുങ്കുമ സെറ്റ് മേടിച്ചു കേട്ടോ. കാരണം ഈ ചിപ്പിക്കുള്ളിൽ നല്ല കളറുള്ള കുങ്കുമം ഇരിക്കുന്നതാണ്, നല്ല രസമല്ലേ. അപ്പം നമ്മൾ അത് കുറച്ച് മേടിച്ചു. പിന്നെ നമ്മൾ ഭയങ്കര ടയർഡായതുകൊണ്ട് തന്നെ കുറച്ച് ഐസ്ക്രീമും അതുപോലെ ഫ്രൂട്ട് സലാഡും ഷേക്കും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും അവിടെ ഒരു ക്ഷേത്രം കണ്ടു, വിനായകൻ്റെ തന്നെ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കുറേ പേര് മുല്ലപ്പൂവും അതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ നേരം നോക്കിയിരുന്നു. അതായത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പൂജയ്ക്ക് കൊണ്ടുപോകാനും അവിടെ വരുന്ന ആളുകൾക്ക് മേടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറുകൾ ഇങ്ങനെ അടുത്തടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ബസ് കയറിയിട്ട് നമ്മളിത് നേരെ പോണ ബീച്ചിലേക്കാണ്. കാരണം കുട്ടികൾക്ക് ബീച്ചിൽ പോകണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല, വന്നല്ലേ, ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എങ്ങനെയും വരില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഒരു ബസ്സിൽ കയറിയിട്ട് ബീച്ചിലേക്കും പോയിട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കത്ത് നമ്മൾ സെക്രട്ടേറിയറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഫുള്ളിങ്ങനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. എന്നാലും ഞാൻ ബസ്സിലിരുന്നുകൊണ്ട് ഒന്ന് എടുക്കാൻ നോക്കി. കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെക്രട്ടേറിയറ്റും കൂടെ ഒന്ന് വിഷ്വൽ എടുക്കാനായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അപ്പോഴത്തേക്കും കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ വണ്ടി നിർത്തി. അപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഒരു KSRTC ബസ് കൂടെ വന്ന് നിർത്തി. അപ്പോൾ അത് ശരിക്കും എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ആ ബസ് മൂവ് ചെയ്യുന്നിടം വരെ നമ്മുടെ ബസ് ഇച്ചിരി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് എടുക്കുകയൊക്കെ ചെയ്തു. ഇതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്. അപ്പം നമ്മൾ സെക്രട്ടേറിയറ്റൊക്കെ കണ്ടു. കണ്ടതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് പോയിട്ടോ. പിന്നെ അവിടെ അടുത്ത് തന്നെയായിട്ട് മോഹൻദാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മോഹൻദാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ലൊരു ക്ഷേത്രം നമ്മൾ കണ്ടു പോകുന്ന വഴിക്ക്. അതേ നമ്മൾ ബീച്ചിലെത്തുമ്പോൾ തന്നെ അട്രാക്റ്റീവായിട്ടൊരു ദേവിയുടെ ശില്പം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് ബീച്ചിലേക്ക് കയറി. അമ്പലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബീച്ചിനുള്ളിൽ തന്നെ ഫസ്റ്റ് തന്നെ നമ്മളെ മോസ്റ്റ് അട്രാക്റ്റീവ് ചെയ്യാനായിട്ട്
ഒരു കല്ലിൽ കുത്തിവെച്ച ശില്പം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് എല്ലാവരും തന്നെ പോയി ഫോട്ടോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഹെലികോപ്റ്ററൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കണ്ടു. അതുപോലെ നമ്മൾ ബീച്ചിൻ്റെ ഒരു വ്യൂ ആണ് ഇത്. ബീച്ച് നല്ല ഭംഗിയുണ്ട്, ഒരുപാട് ചെറിയ 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 കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്ന രീതിയിൽ ഒരു ശില്പം അവർ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ഫോട്ടോ എടുത്തു. അതുപോലെ കുതിരയൊക്കെ ഉണ്ടായിരുന്നു. ഹോഴ്സ് റൈഡിങ്ങിന് കയറണം എന്നുണ്ടായിരുന്നു, പക്ഷേ പേടി ആയതുകൊണ്ട് ഞങ്ങൾ ആരും കയറിയില്ല. പിന്നെ അവിടെ ചുവട്ടിലൊക്കെ, ആ വിമാനത്തിൻ്റെ ചുവട്ടിലൊക്കെ നിന്ന് കുറച്ച് പിക്സൊക്കെ ഞങ്ങൾ എടുത്തു. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ പോയത്. കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഈ വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ, ബീച്ചിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് നല്ല സുഖമായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ചോളവും അതുപോലെ കടലയും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ മേടിച്ച് കഴിക്കുകയും ചെയ്തു. നല്ല ചൂടോട് കൂടി ചായയും എല്ലാം കഴിച്ചു. അപ്പോൾ കടലിൻ്റെ ഒരു വിഷ്വലാണ്. കടലിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഇറക്കിയിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു റെഡ് കൊടി കുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കടലിൻ്റെ അടുത്തേക്ക് ആരും പോയിട്ടൊന്നുമില്ല. എല്ലാവരും പുറത്ത് നിന്നിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തിരമാലയായിരുന്നു, നല്ല ശക്തിയായിട്ടായിരുന്നു കേട്ടോ തിരമാല ഇങ്ങനെ അടിച്ചു കയറുന്നത്. അപ്പോഴത്തേക്കും സന്ധ്യ ആയപ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു വട്ടമൊക്കെ ആയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാം. പക്ഷേ എൻ്റെ ക്യാമറയിൽ അധികം ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ. പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് വേണം. നമുക്ക് 12:30 ട്രെയിനും. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോയി ട്രാൻസിനോട് ബൈ പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.